എങ്ങനെ പഠിച്ചു പാചകം? അയ്യോ, പാചകം അങ്ങനെ പഠിച്ചതല്ല. ആക്ച്വലി നന്നായിട്ട് എൻ്റെ ഗ്രാൻഡ് മദർ നന്നായിട്ട് കുക്ക് ചെയ്യും, അതൊരിതുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഞാൻ വയനാട്ടിലുണ്ടായിരുന്നു. അവിടെ ഞാൻ ട്രൈബൽസിൻ്റെ ഇടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഇടക്കാലത്ത് ഒരുപാട് ട്രൈബൽസിൻ്റെ ഇടയിലും ഒരുപാട് NGOസിൻ്റെ ഇടയിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഞാൻ കിട്ടുന്ന സമയമൊക്കെ പോകും. അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന നാട്ടിൻപുറത്തെ ഭക്ഷണങ്ങളെക്കുറിച്ചൊരു ഇതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചിലർ എന്നെ കളിയാക്കുമായിരിക്കും, ചിലർ ഭക്ഷണം വരില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് കായ മിക്സറൊക്കെ ഞങ്ങൾ വറുക്കാറുണ്ട്. പുറത്തോട്ടൊക്കെ പോകുന്നവരങ്ങനെ ചോദിക്കുമ്പോൾ കായ വറുക്കുന്ന ദിവസം ആ കായയുടെ തൊലിയില്ലേ, അത് ഞങ്ങളുടെ ഒരു തോരൻ്റെ ഭാഗം. ഏറ്റവും നല്ല വൈറ്റമിനാണത്. ആണല്ലേ? ഈ കഴിക്കുന്നവർക്കൊക്കെ അറിയാം. അവരോട് ഞാൻ പറയിച്ചു. അല്ല, എൻ്റെ ചോറ്റുപാത്രം വരുമ്പോൾ തന്നെ ആദ്യം തുറന്നു നോക്കിയിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ കഴിക്കുന്നവരാ കൂടുതൽ. ശരിക്കും ഞാനത് കേട്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പം നമ്മുടെ കൊണ്ടുവരുന്ന ചോറ്റുപാത്രം നമ്മൾ നോക്കില്ല, നമ്മുടെ ഫ്രണ്ട്സിൻ്റെത് നന്നായി നല്ല ഫുഡാണ് അവരുണ്ടാക്കിക്കൊണ്ട് അമ്മ കൊടുത്തു വിടുന്നതെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായി പോയി ആ പാത്രം തുറന്നൊന്ന് നോക്കിയിട്ട് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കുന്നു, ഇന്ന് ഓക്കെ. എന്നിട്ട് പിന്നെ അടുത്ത പീരീഡുകൾ കഴിയാൻ വേണ്ടി കാത്തിരിക്കും. ഒരു മണിക്കൂറൂടെ കഴിഞ്ഞാൽ കഴിക്കാം, അരമണിക്കൂറൂടെ കഴിഞ്ഞാൽ കഴിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ. അതാണ് സെയിം നമ്മുടെ എൻ്റെ ചോറ്റുപാത്രം. എൻ്റെ ചോറ്റുപാത്രം ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കറിയുള്ള ദിവസമാണെങ്കിൽ ഞാനും 11 മണിക്ക് കഴിക്കും. ഞാനിത് തന്നെ കൊണ്ടുപോകാം. അതിനകത്ത് വേറൊരിതുണ്ട് കേട്ടോ, നമ്മുടെ ചോറ്റുപാത്രം കഴിച്ചു തുടങ്ങിയിട്ട് ഒരുപാട് അസിഡിക് പ്രോബ്ലം ഉള്ളവരുടെ പ്രോബ്ലംസ് മാറി. 3 വർഷമായിട്ട് എൻ്റെ ഇന്ന് ചോറ്റുപാത്രം കഴിക്കുന്നവരുണ്ട്. അതാണ് വേറൊരു കാര്യം. ഇന്നേ വരെ ആരും ഭക്ഷണം മോശമാണെന്ന് പറഞ്ഞു പോയിട്ടില്ല. സ്ഥലം മാറി പോകുന്നത് കൊണ്ട് മാത്രം തീർച്ചയായിട്ടും അത് അങ്ങനെ പോകുന്നവരാണ്. വലിയൊരു കാര്യമാണ്. കാരണം മനസ്സ് നിറയുന്നതിനേക്കാൾ നന്നായിട്ട് ഭക്ഷണം കൊടുത്ത് വയറ് നിറയ്ക്കുക, അത് കൺസിസ്റ്റൻസി നിലനിർത്തുക ഭയങ്കര ഒരു ഇതാണ്. പിന്നെ എൻ്റെ ചോറ്റുപാത്രത്തിൽ നമ്മൾ ചിലരുണ്ട് ചോറ് കഴിക്കാൻ പറ്റാത്തവരുണ്ട്, അവർക്ക് ഞങ്ങൾ ചപ്പാത്തി ചെയ്യുന്നുണ്ട്. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ വെറും ആട്ട മാത്രമല്ല, ഗോതമ്പ് നമ്മൾ പൊടിപ്പിക്കുന്ന ഗോതമ്പിനകത്ത് റാഗിയും ഓട്സും അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്ത് പൊടിപ്പിച്ച് വെക്കുന്ന ആട്ടയാണ്. നമ്മൾ ചപ്പാത്തി, ഞങ്ങളുടേത് ചപ്പാത്തി രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി രാത്രി 9 മണിയായാൽ പോലും അത് റബ്ബർ പോലെ ആവില്ല. ആ സോഫ്റ്റ്നെസ് അതുപോലെ നിൽക്കും. അതും ഈ കൈ കൊണ്ട് തന്നെയാണ് ചപ്പാത്തി കുഴയ്ക്കുന്നതും. അപ്പം നമുക്കൊരു ടാഗ് ലൈൻ ഇടാം, എൻ്റെ ചോറ്റുപാത്രം ഈസ് മൈ എനർജി. അങ്ങനെ ഇടാൻ പറയാ. കാരണം ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇവിടെ നിന്ന്, പല പാരൻസ് മറക്കാൻ പറ്റാത്ത കുറേ ഇതുണ്ട് ചോറ്റുപാത്രത്തിൽ. അതിപ്പോൾ റീസെൻ്റ് ആയിട്ടൊന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ 2-3 ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ഉണ്ട്. അവർ പേഷ്യൻസ് അല്ല, ആക്ച്വലി അമ്മമാരാവാനുള്ള. അവർക്ക് പലർക്കും ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അവർക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഫുഡ്. അവർക്ക് അവരുടേതായ രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കുക. ഇന്നും 9 ഗർഭിണികൾ ചോറ്റുപാത്രം കഴിക്കുന്നുണ്ട്. അത് ആദ്യമേ വിളിക്കും, ഞാൻ 2 മാസം അതുകൊണ്ട് ഇന്ന ആഹാരം. ഞാൻ പറഞ്ഞു 8ൻ്റെ കൂടെ ഒന്നുകൂടെ കൂടി 9 പേര് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഭയങ്കര ഒരു എന്താ പറയില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ കൂട്ടുകുടുംബത്തിൻ്റെ അടുക്കളയാണ് എൻ്റെ കയ്യിൽ. വലിയ കൂട്ടുകുടുംബത്തിലിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഈ പറയുന്ന 180 പേരെ എനിക്കറിയാം. ഒരാൾ വന്നില്ലെങ്കിൽ എനിക്കറിയാം. എല്ലാവരുടെ ചോറ്റുപാത്രം അറിയാം. അമൃത എന്ന് പറഞ്ഞിട്ട് കൈരളിയിൽ നിന്ന് വരുന്ന 2 ടൈപ്പ് ചോറ്റുപാത്രം, ഒരു വലുതും ഒരു ചെറുതും. അതും അറിയാം. ചിലർക്ക് ചോറ് കുറച്ച് മതി, ചിലർക്ക് ചോറ് കൂടുതൽ വേണം. ഈ ചോറ്റുപാത്രമൊക്കെ തിരിച്ച് കിട്ടാറുണ്ടോ? അമൃതയുടെ ചില ദിവസങ്ങളിൽ പെട്ടുപോയി ഞാൻ. കാരണം അമൃത പിന്നെ ഒരു കാര്യമുണ്ട്, അമൃത ഈ ചോറ്റുപാത്രം എല്ലാം അതെനിക്കൊരു വലിയൊരു ഈ പബ്ലിസിറ്റി എന്ന് പറയുന്ന പോലെ, അമൃത ഈ പറയുന്ന 2 കവർ ചോറ്റുപാത്രമായിട്ട് ഐഫ്രൂട്ടി വന്ന് കയറും. ചില ദിവസങ്ങളിൽ വൈകുന്നേരം ഓടി വരും. അല്ല, ഇത്രയും പേരെടുത്ത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല, എല്ലാവരുടെ ചോറ്റുപാത്രം അറിയുന്ന പോലെ ഈ 180-200 പേർക്ക് ചോറ് വിളമ്പുമ്പോൾ ഇവരുടെയൊക്കെ മുഖം ശാലിന്റെ മനസ്സിലൂടെ പോകുന്നു എന്നുള്ളതാണ്. എല്ലാം റീകോളിംഗ് ആണ്. ചിലർക്ക് അകത്ത് ഒഴിച്ചുകറി വേണ്ട, ചിലർ പറയും എനിക്ക് ഇന്ന് സവോള കൂടുതലിട്ട് ആ കറി വെക്കല്. ചിലർക്കാണെങ്കിൽ ഒഴിച്ചുകറി വേണ്ടാന്ന് പറയും. തീയൽ വെക്കണം, അലന് തീയൽ വെക്കണം. പക്ഷെ ആ തീയലിൽ ഒരു അംശം വെള്ളം കാണും. അതുകൊണ്ട് ഞാൻ ഈ തീയൽ ഇങ്ങനെ കോരി ഇങ്ങനെ കുറേ നേരം പിടിച്ചിരുന്നിട്ട് അതിൻ്റെ വെള്ളം മൊത്തം ഞാൻ വെജിറ്റബിൾ മാത്രമായിട്ട് വെക്കും. അങ്ങനെയുണ്ട്, അലൻ അങ്ങനെയാണ്. പിന്നെ അതുപോലെ ഈ ഇടയ്ക്ക് ഒരു മകൻ, അപ്പൻ അബുദാബിയിൽ നിന്നാണ് വിളിച്ചത്. ഫുഡ് മകന് കിംസിൽ ഒരു ട്രീറ്റ്മെന്റിന് വരികയാണ്. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, അവർ പ്രായമായവരാണ്. അപ്പോൾ അവർക്കും കൂടി ഇവൻ്റെ കാര്യം, പുറത്തുനിന്ന് അവർ ഒരാഴ്ചയോളം ഫുഡ് കഴിച്ചു, മോശമായി, ഒന്ന് കൊടുക്കാവോ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ചുറ്റുവട്ടത്തൊക്കെയാണ് കൊടുക്കുക, 10-12 കിലോമീറ്റർ. അങ്ങനെയൊക്കെയുള്ള ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കിലോമീറ്റർ നോക്കാതെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ നമ്മൾ ഈ കാത്തു നിൽക്കുന്ന പരിപാടികളൊന്നുമില്ലല്ലോ, കൊണ്ടുപോവുക, തലേന്ന് പാത്രം എടുക്കുക, ഇങ്ങ് പോരുക. ഈ മോൻ അവിടെ വന്നു, അവനൊരു 1 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ
അവൻ വന്നു, അവൻ തിരിച്ച് സന്തോഷമായിട്ട് അവൻ തിരിച്ച് പോയി ബാംഗ്ലൂർക്ക് പഠിക്കാനായിട്ട്. എന്നിട്ട് ആ അപ്പച്ചനും അമ്മച്ചിയും 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾക്ക് മാത്രമായിട്ട് തരുമോ, ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ നാളേക്ക് ചേച്ചി, ഞാൻ കോഴിക്കോടാണ്, ഞാൻ നാളേക്ക് വരുന്നുണ്ട്, എനിക്ക് ഇന്നടത്താണ് പരിപാടി എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി ചോറ്റുപാത്രം ബുക്ക് ചെയ്ത് 300 രൂപ അടച്ചിട്ടേക്കുക. കേരളത്തിന്, അതായത് തിരുവനന്തപുരത്തിന് വെളിയിലുള്ളവര് തിരുവനന്തപുരത്തോട്ട് പരിപാടികൾക്ക് വരുമ്പോൾ അവർ വിളിക്കും. അപ്പോഴേക്കും ഞാൻ അവരുടെ ടിഫിൻ ബോക്സ്, അവർ ചോറ്റുപാത്രം ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കുന്നവർ വെച്ചേക്കും, ഇല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടു. ആ ചോറ്റുപാത്രവും ഒരു ബോട്ടിൽ വെള്ളവുമായിട്ട് അവരെവിടെയാണോ വർക്ക് നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കും. അപ്പോൾ ഹോട്ടലിൽ അടുത്തില്ലാത്തവർക്കും അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ ഒരു 27-28ഓളം പേര് തിരുവനന്തപുരത്തിന് വെളിയിലുള്ളവർ. കേരളത്തിന് വെളിയിൽ നിന്നുള്ള 6 പേരുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും മീറ്റിങ്ങുകൾക്ക് വരുന്നവർ. ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് ഇന്ന ദിവസം, അപ്പോൾ ചേച്ചി ചോറ്റുപാത്രം വെച്ചേക്കണേ, ഊണ് വെച്ചേക്കണേ എന്ന് പറയും. പിന്നെ ഞങ്ങൾ 3 ദിവസത്തേക്ക് ഞങ്ങൾ ഡൽഹിക്ക് യാത്ര പോവാണ്, രാത്രിത്തേക്കുള്ള ഫുഡ്. പിന്നെ നമ്മുടെ കാസർഗോഡ് നിന്ന് കന്യാകുമാരി കാണാൻ വരുന്നവർ കാസർഗോഡ് ട്രിവാൻഡ്രം ട്രെയിനിൽ വന്നിറങ്ങും. ട്രെയിനിൽ അവിടെ വന്നിട്ട് ഇവിടുന്ന് ബസ്സിൽ കന്യാകുമാരി പോവും. തിരിച്ചവർ വന്നിട്ട് 6-8:30 മണിക്കുള്ള മലബാറിന് പോകുമ്പോൾ രാത്രി അവർക്ക് ചോറ്റുപാത്രം ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. ഈ ചോറ്റുപാത്രം തിരിച്ചെങ്ങനെ കളക്ട് ചെയ്യും? അത് ഞാൻ ഈ പറയുന്ന കണ്ടെയ്നേഴ്സിൽ കൊടുക്കും. അങ്ങനെയൊക്കെ ചോറ്റുപാത്രം ആക്ച്വലി ഇങ്ങനെ ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ പലയിടങ്ങളിലും, കേരളത്തിന് വെളിയിലും പലരും. ഇപ്പൊ ശാലിന്റെ വീട്ടില് എത്ര ചോറ്റുപാത്രം വയറുകളെ തേടി ഇരിപ്പുണ്ട് എടുക്കാത്തത്? അങ്ങനെ, അതായത് ഇങ്ങനെ ഓടി ഓടി വരുന്നവരാണ്. അല്ല, എന്റെ ചോദ്യം ഫ്രഷ് ആയിട്ടുള്ള ചോറ്റുപാത്രങ്ങൾ എത്ര എണ്ണം ഇപ്പോ വീട്ടിലിരിപ്പുണ്ട് ഉപയോഗിക്കാൻ ആളുകൾ വിളിക്കുമ്പോ? അതെ, കാത്തിരിക്കുന്ന ചോറ്റുപാത്രങ്ങൾ എത്രയുണ്ട്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ഞാനൊരു 10 എണ്ണം എക്സ്ട്രാ അങ്ങനെ മാത്രമേ വാങ്ങി വെക്കുള്ളൂ. നമ്മൾ ആർക്കും വേണ്ടി അങ്ങനെ ഒരു കരുതൽ, അതൊരു ബിസിനസ് അല്ലാത്തത് കൊണ്ട്, ഇറ്റ്സ് നോട്ട് എ ബിസിനസ്. അതുകൊണ്ട് എനിക്കിപ്പോ ലാഭത്തിന് കിട്ടി എന്റെ വീട്ടിൽ നിറയെ എടുത്തു വെക്കണം അങ്ങനെയില്ല. അയ്യോ, ഇത് തീരുമ്പോ നേരെ ഓടും അങ്ങോട്ട്. അവിടെ കാണുമ്പോ അവിടുത്തെ പിള്ളേർക്കറിയാം, അവരുടനെ. ഇപ്പൊ വേറൊരു രസമല്ല, MRTയിലെ ആ പയ്യൻ എന്റെ ചുറ്റുപാത്രം എഴുതാൻ പഠിച്ചു. അവൻ എഴുതി അവൻ പഠിച്ചു, മലയാളം വരെ പഠിപ്പിച്ചു എഴുതാൻ. അവിടെ ചെല്ലുമ്പോഴേക്കും എന്നോട് പറയാം, അവർ ബില്ല് അടച്ചിട്ട് എഴുതാൻ സമ്മതിക്കും. എന്നെ കാണുമ്പോൾ എത്ര ഉണ്ടമ്മ, മാം എത്ര ചോദിക്കും, ഞാൻ പറയും, അവൻ അതുപോലെ എഴുതും. സൈസ് വ്യത്യാസമില്ല ഓരോ പാത്രം ഉണ്ട്. നമുക്ക് ഒരു മിനിമൽ സൈസ് ഉണ്ട്, അതായത് എല്ലാവർക്കും. ആ ലഞ്ചാണെങ്കിൽ ഞാനും സുമിയും ഒരുമിച്ച് കഴിക്കാൻ പറ്റും, ഒരു നോർമൽ നമ്മുടെ ലഞ്ച് 2 പേർക്ക്. അതിലാണ് ആദ്യം തരിക. അപ്പൊ സുമി പറയും, എനിക്ക് ഇത്രയും വലുത് വേണ്ട എന്ന് പറഞ്ഞാൽ ചോറിന്റെ അളവേ കുറയുന്നുള്ളൂ കേട്ടോ, കറിയുടെ അളവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലും ചെറുതായിട്ട് ഇച്ചിരി കറി മാത്രം വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. കിംസിലെ 2-3 ഡോക്ടേഴ്സ് ഉണ്ട്, അവര് ചോറിച്ചിരി മതി, കറി നിറച്ച് വേണം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും മീൻ വെക്കുമ്പോ പറയും, അയ്യോ ഒന്ന് ഭയങ്കര സന്തോഷം, മീൻ കിട്ടിയില്ല. അതൊരു വൈകിട്ട് ഇവരുടെയൊക്കെ റെസ്പോൺസ് ഒക്കെ ചിലരൊക്കെ പറയും. നിങ്ങൾക്ക് ഇങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതൊക്കെ ഉണ്ടോ? ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ഒറ്റ ചോദ്യം, ചോറുന്നുണ്ട്, ചോറുന്നില്ല. വേറൊരു കാര്യമുണ്ട്, സുമി എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞ സുമി മറന്നു പോയതോ അല്ലെങ്കിൽ സുമി എനിക്ക് ചോദിക്കാൻ ഇരിക്കുന്നതാണല്ലോ, ഇതിന്റെ പേയ്മെന്റിനെ കുറിച്ച് ചോദിച്ചു. അത് ഞാൻ ചോദിക്കാൻ വന്നു, ഓരോ സൈസിന്റെ കാര്യം ഞാൻ ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ആദ്യം ഇത് നിറയെ കൊടുത്തു വിടും 2 പേർക്ക് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഡിഫറൻസ് വരുമോ എന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇല്ല, അല്ല, ഇവരാരുടെയെങ്കിലും ഇതുവരെ വാങ്ങിച്ചതിന്റെ പൈസ, കൊടുത്തതിന്റെ പൈസ പോലും ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ. അപ്പൊ അറിഞ്ഞങ്ങ് തരുന്നത് വാങ്ങുക, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തൊരു സംരംഭകയാണ് എന്ന് ചോദിക്കണം. ആണ്, അത് തരും, സ്വാഭാവികം. എന്റെ കയ്യിൽ കണക്കില്ല, കണക്ക് സൂക്ഷിക്കുന്നില്ല. അല്ല, കണക്ക് സൂക്ഷിക്കുന്നില്ലെന്നല്ല, എനിക്ക് ഇത്ര ചോറ്റുപാത്രം പോയെന്നറിയാം. എല്ലാ സാറ്റർഡേസിലാണ് പേയ്മെന്റ് ഇടുന്നത്. സാറ്റർഡേസ് പേയ്മെന്റ് ഇട്ടേക്കണേ. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് കയ്യിൽ പൈസ ഇല്ലാണ്ട് വരുമ്പോൾ ഒന്ന് ഇടണേ എന്ന് അപ്പോഴായിരിക്കും മെസ്സേജ് ഇടുക, ഒന്ന് പ്ലീസ് അപ്ഡേറ്റ് യുവർ പേയ്മെന്റ്. അവര് തരുന്ന പേയ്മെന്റ് അവർ ഇട്ടിട്ട് ഞാൻ അത് വന്നോന്ന് പോലും നോക്കാറില്ല. ഇന്നേ വരെ ആരും എന്നെ അങ്ങനെ പറ്റിച്ചിട്ടില്ല. ഇന്നേ വരെ ചോറ്റുപാത്രം പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിന്ന് പോയിട്ടുമില്ല. ഇന്നേ വരെ ചോറ്റുപാത്രത്തിൻ്റെ പിന്നിലുള്ള യാസറിനും അബിക്കും ചിഞ്ചുവിനും ശമ്പളവും മുടങ്ങിയിട്ടില്ല. ഇന്നേ വരെ എൻ്റെ വീടിൻ്റെ റെൻറ്റ് പോകുന്നതും ഈ ചോറ്റുപാത്രം കൊണ്ടാണ്. അപ്പോൾ വിചാരിക്കും, ഈ 39 രൂപയുടെ ചോറ്റുപാത്രത്തിൽ ഇത്രയൊക്കെ നടക്കുന്നുണ്ടോ? അത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊക്യൂർമെൻറ്റിൽ അത്ര കണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നടക്കും. ഇവിടെയുള്ള പലരും, അയ്യോ ഞാൻ ഇത്ര ദിവസം, ഞാൻ ഒറ്റ കാര്യം പറയും, ഇപ്പം സുമി ചോറ്റുപാത്രം വാങ്ങിക്കുകയാണെങ്കിൽ സുമി ചോറ്റുപാത്രം വാങ്ങിക്കുന്ന ഡേറ്റ് ഒക്കെ എഴുതി വെച്ചോണേ, എന്നിട്ട് സുമി ഇന്ന അക്കൗണ്ടിലേക്ക്
പേയ്മെന്റ് ഇട്ടേക്കണേ. സുമി അത് ഇടും. എന്റെ വയറ് നിറച്ചതല്ലേ, സ്വാഭാവികമായിട്ടും. ഇന്നേ വരെ ആരും കടം പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് ഒരു 17ഓളം പേർക്ക് ഫ്രീ ഫുഡാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എല്ലായിടത്തും ഞങ്ങൾ 3-4 ഫ്ലാറ്റിൽ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റികളുടെ സാലറി 8,000 10,000. പലരും ഒരു ഫുഡ് കൊണ്ടുവരാത്തവരുണ്ട് വീട്ടിൽ. അപ്പൊ ഇവിടുത്തെ ഈ 17 സെക്യൂരിറ്റിമാരെ എനിക്കറിയാം. ആ 17 പേർക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അവരോട് പോകുമ്പോഴേ അവരിങ്ങനെ കാത്തിരിക്കൂലേ. നമ്മൾ പലപ്പോഴും ഫുഡ് കൊണ്ടുപോയി, അത് അങ്ങനെ കൊടുത്തു തുടങ്ങിയതല്ല. ഫുഡ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെയാണ് പലരും മേടിക്കുക. അപ്പോൾ പറഞ്ഞപ്പോൾ അത് കോവിഡിന്റെ സമയത്ത് സെക്യൂരിറ്റിമാരെ പരിഗണിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരെ തള്ളിക്കളഞ്ഞു. അപ്പം ഞാൻ പറയും, ചേട്ടാ ഇന്ന് ഫുഡ് കഴിച്ചു? ഇല്ല, വൈഫിന് സുഖമില്ല. അപ്പോഴാണ് എനിക്ക് ചിന്ത തോന്നിയത്. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ ഒരു കാര്യം ചെയ്യും, സുഖമില്ലാത്ത ഭാര്യയെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കേണ്ട. ഞാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞു, മകളാന്ന് കരുതിയാൽ മതി, ഇല്ലെങ്കിൽ സഹോദരിയാന്ന് കരുതിയാൽ മതി, ഞാൻ ഫുഡ് കൊണ്ടുവന്ന് തരാം. അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കും. ഞങ്ങൾ ഈ ക്രിസ്മസിനും എല്ലാ പ്രാവശ്യവും അവർക്ക് കേക്ക് കൊടുക്കും. അങ്ങനെയെല്ലാം അങ്ങനെ അങ്ങോട്ട് ചെയ്യും. അപ്പോൾ അതൊരു ഭയങ്കര, ഞങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുന്ന പുള്ളിക്കാരിയുണ്ട്. പ്ലാസ്റ്റിക് എടുക്കുന്ന ദിവസം ഇവർക്ക് ഫുഡ് കിട്ടില്ല. അന്ന് 3 പേർക്ക് ഞങ്ങൾ ആ ഫുഡ് കൊടുക്കുക. അതുകൊണ്ട് ഈ ചോറ്റുപാത്രം ഈ പറയുന്നില്ലേ, ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. പിന്നെ എന്തായാലും 2-3 ചോറ്റുപാത്രം കയ്യിൽ കാണും. വരുന്ന വഴിയിൽ ഇപ്പോൾ ചിലപ്പോൾ പല ഓട്ടോക്കാർ 3 മണിയാകുമ്പോഴേക്കും ചിലപ്പോൾ വന്ന് നിൽക്കുമ്പോഴായിരിക്കും ആഹാരം കഴിച്ചോ, ഇല്ല ചേച്ചി പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ഊണെടുത്ത് കൊടുക്കും. അവർക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്കും ഭയങ്കര സന്തോഷമാണ്. അതൊരു രസമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചുറ്റുപാത്രത്തിലെ എടുത്തു പറയേണ്ട ഒരു, ഇപ്പോൾ ഇത്രയും പറഞ്ഞതുപോലെ ലൂക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, കണ്ണൂരുകാരനാണ്. ഇപ്പോഴും എൻ്റെ ഫോട്ടോസിലൊക്കെ എൻ്റെ മക്കളെ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം നമ്മുടെ കൂടെ നിൽക്കുന്ന. അതുപോലെ ബിൻഡോ, സുനിൽ CMDയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഞാൻ കണ്ണൂർക്ക് പോവുകയാണ് 2 ദിവസത്തേക്ക് ഒരു പരിപാടിക്ക്. വന്നു, പുതിയ സ്റ്റാഫാണ് നിൽക്കുന്നത്. എന്നോട് ചോദിച്ചു, ഇന്ന് വൈകിട്ട് ഞാൻ അവിടെ വരും കേട്ടോ, ഫോണും കൊണ്ടുവരണേ. ഞാൻ വിചാരിക്കുന്നു ഇവൻ എന്തിനാ എൻ്റെ ഫോണ്, പെട്ടെന്ന് ചിന്തിക്കും. ഞാൻ വൈകിട്ട് നാളെയല്ലേ കണ്ണൂർക്ക് പോകണേ. ഞാൻ പറഞ്ഞു, അതേ മോനെ, ഞാനിപ്പോൾ വരാം, ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അവനൊരു കുഞ്ഞ് ക്യാമറ വാങ്ങിച്ചുകൊണ്ട് വന്നു, ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പം പോലത്തെ ഒരു ക്യാമറ. അത് കൊണ്ടുവന്ന് കടയിൽ വെച്ചു. എന്നിട്ട് അവൻ എൻ്റെ ഫോണിൽ എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ എൻ്റെ കടയിൽ ഓൾറെഡി ക്യാമറയുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞു, വിവേക് വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, നീ നാളെ കണ്ണൂർക്ക് പോവല്ലേ, വിവേകിന് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നിന്നോട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യും, ഇവിടെ വരുന്നവർ നിന്നെ എങ്ങനെ തിരിച്ചു ചെയ്യും, അതുകൊണ്ട് ഞാനിത് വാങ്ങി വെച്ചതാ, നീ 2 ദിവസം ഇല്ലാത്ത 3000 എടാ ഇതിന് എത്ര രൂപ, 3700 രൂപ, അത് ഞാനിപ്പോൾ എപ്പോൾ തരും, തന്നാൽ മതി. അവരുടേതായിട്ട് അവരെന്നെ കരുതിക്കൊണ്ടാണ് ഒരുപാട് പേര് ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു ഇതൊരു സംരംഭമൊന്നുമല്ല. ഞാനും മക്കളും മാത്രമായിരുന്ന ഒരു ലോകം ഇത്ര വിശാലമാക്കിയതും ഞങ്ങളുടെ കുടുംബത്തെ വലുതാക്കിയതും ഐഫ്രൂട്ടും എൻ്റെ ചോറ്റുപാത്രവും ഇതൊക്കെ തന്നെ. ഇന്ന് തിരുവനന്തപുരം ഞങ്ങളെ ചേർത്ത് പിടിച്ചതുപോലെ വേറെ ആരും എത്ര ചേർത്തു. തിരുവനന്തപുരത്തിൻ്റെ വെളിയിലുള്ളവർ പോലും നമ്മളെ ഇത്രയും റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴും 3 പേരിൽ നിന്ന് ഞങ്ങളുടെ ലോകം വിശാലമാക്കിയത് ഈ ഭക്ഷണമാണ്. നമ്മൾ പറയുന്നല്ലോ, ഒരു ചുറ്റും കൃത്യമായി ഇവരിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ചിലരോട് ഞാൻ ചോദിക്കും, ഭക്ഷണം കഴിച്ചോ എന്ന് വിളിച്ച് ചോദിക്കേണ്ട രീതിയിലേക്ക് വരുന്നുണ്ട്. ആദ്യം അമൃതം വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ചോദിക്കും, കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പം അറിയാം. അങ്ങനെ ഒരുപാട് പേര്. അതൊക്കെ ഒരു ഇതിൻ്റെ ഇതാണ്, അതെനിക്ക് അറിയാം. അപ്പൊ എന്തായാലും ഒരുപാട് പേരുടെ മനസ്സും വയറും നിറയ്ക്കാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഒരൊറ്റ ചോദ്യം കൂടി, നാളത്തെ ചോറ്റുപാത്രത്തിലെ സ്പെഷ്യൽ? അയ്യോ, അത് കുറച്ച് പാടാണ് പറയാൻ. കാരണം നമ്മൾ ഇത്രയും പേർക്ക് വേണ്ടി നാളത്തെ ചോറ്റുപാത്രത്തിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഇപ്പോൾ നല്ല മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. ഇന്ന് മത്തങ്ങ എരിശ്ശേരിയാണ്. മത്തങ്ങയും കായും, അതായത് ഇന്നലെ വീടിൻ്റെ അടുത്തുള്ള ഒരു വാഴ ഒടിഞ്ഞു വീണു, അപ്പോൾ ആ കായ നല്ല മത്തങ്ങ എരിശ്ശേരി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇങ്ങടേക്ക് വരാൻ തയ്യാറെടുക്കുന്നതിന് മുൻപ് ആദ്യം ഒന്ന് ഇറങ്ങിയിട്ട് വീണ്ടും വീട്ടിലോട്ട് പോകേണ്ടി വന്നു. അപ്പം നല്ല നെത്തോലി അവിടെ വഴിയിലിരിക്കുന്നുണ്ട്. പിന്നെ നാളെ നെത്തോലിയുണ്ട്, നാളെ മത്തങ്ങ എരിശ്ശേരി ഉണ്ട്, നെത്തോലി ഉണ്ട്. പിന്നെ തോരൻ എന്തെങ്കിലും കൂടി. നാളെ വാഴക്കൂമ്പുണ്ട്, അല്ലെങ്കിൽ ബീട്രൂട്ട്, ഇതിലേതെങ്കിലും 2 കൂടെ ബീട്രൂട്ടും പയറും കൂടി ഇട്ടിട്ട്. നമ്മുടെ ഫുഡിലെല്ലാം നമ്മൾ കുറേ കാലറീസൊക്കെ കമ്പൽസറി ഇങ്ങനെയാക്കും, എരിവും പുളിയും എല്ലാം പക്ക, അതങ്ങനെ അങ്ങോട്ടാവും. അപ്പോൾ നാളെ സ്പെഷ്യലായിട്ടുള്ളത് എരിശ്ശേരിയും നെത്തോലിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളൂ, കൈ കഴുകി നാളെ കഴിക്കാനായി എൻ്റെ ചോറ്റുപാത്രം.
താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒത്തിരി സന്തോഷം. എനിക്കറിയില്ല കുറേ ഇങ്ങനെ